ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മളൊരു 4 മണി പലഹാരമായ ഒരു തട്ടുകട സ്റ്റൈല് മസാല ബോണ്ടയാണേ, പൊട്ടറ്റോ ബോണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല വൃത്തിയാക്കി എടുത്തു. ഇനി നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് ഒരു 1.5 സവോളയും ഒരു 3 പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്ത്. ഇഞ്ചി നിർബന്ധമായിട്ട് എടുക്കണം. ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു 1/4 സ്പൂൺ കടുകും അതിലെ പകുതി ചെറിയ ജീരകം ഇടുക. അപ്പോൾ ചെറിയ ജീരകം നിർബന്ധമായിട്ട് ചേർക്കുക, നല്ല രുചിയായിരിക്കും. ഇനി അതിലേക്ക് പൊടിയായി കട്ടിയ സവോള ചേർത്ത് കൊടുക്കുക. പച്ചമുളകും പൊടിയായി കട്ടിയ ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും പൊടിയായി കട്ടിയ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റായ ഒരു ബോണ്ടയാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് നമ്മളിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നമ്മളൊരു 1.5 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഏകദേശം ഈ ഒരു കണ്ടീഷൻ ആവുന്ന സമയത്ത് നമ്മൾ അല്പം ഒന്ന് ഫ്ലെയിം കുറയ്ക്കുക. അതിലേക്ക് ഒരു 1/4 സ്പൂൺ മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരല്പം ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 1/4 സ്പൂണിലധികം കുരുമുളക് പൊടി, ഇതും കൂടി ചേർത്താൽ മതി. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 1.5 സ്പൂൺ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ മസാലയൊക്കെ ഒന്ന് ചേർന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അത് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ വരുന്ന സമയത്ത് നമ്മൾ ആ പൊട്ടറ്റോ ഉടച്ചിട്ട് ഇതേപോലെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പൊട്ടറ്റോ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇതിൻ്റെ പണി കഴിഞ്ഞ് കിട്ടും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല രുചിയാണ്. ആ ചെറിയ ജീരകം ഇഞ്ചിയെല്ലാം ഇടയിൽ കടിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതേപോലെ ഇനി നമുക്ക് അതിൻ്റെ മേലെ മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയിലയും കട്ട് ചെയ്ത് നിർബന്ധമായിട്ട് ചേർക്കുക. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റായി. ഒന്നുകൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തു. എന്നതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി ഇനി അതൊന്ന് ചൂടാറാൻ വെക്കുക. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 1 കപ്പ് അളവിൽ കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ അതുകൂടി ചേർത്തു. പിന്നെ ഒരല്പം ഉപ്പും ഒരല്പം പഞ്ചസാര ഒരു 1/4 സ്പൂണ് അതും ചേർത്ത് നമ്മളൊന്ന് ടൈറ്റായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പഴംപൊരിക്കെല്ലാം കുഴയ്ക്കുന്ന അതേമാതിരിയുള്ളൊരു ബാറ്ററാണ്. ഒരു ദോശ ബാറ്ററിൻ്റെ അതിനേക്കാൾ ഒരല്പം ചെറിയ ലൂസിൽ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കടലപ്പൊടിയാണ് നമ്മളിതിൽ ഏറ്റവും കൂടുതൽ ചേർത്തിരിക്കുന്നത്. മൈദ വളരെ അല്പം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയാണ്. നല്ല രുചിയായിരിക്കും. ഇനി നമ്മൾക്ക് അത് പൊന്തി വരാൻ കാത്തിരിക്കുകയൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ആ ബാറ്ററി തയ്യാറാക്കി അവിടെ വെച്ചു. അപ്പോൾ നമ്മളെ പൊട്ടറ്റോ മസാല നല്ലപോലെ ഇതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇഷ്ടമുള്ള ബോൾസ് ആക്കി എടുക്കാം. ഏകദേശം ഇതേ വലിപ്പത്തിലുള്ള ബോൾസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അറിയാൻ പറ്റും. എന്നാലും ഇതേപോലെ ഒന്ന് മസാലക്കൂട്ടിലൊന്ന് ട്രൈ ചെയ്യുക. നല്ല രുചിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ബോൾസൊക്കെ എല്ലാം എടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മൾക്ക് അതിൽ ഒരു 11 കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നു. അപ്പോൾ നമ്മൾ ആ ബാറ്ററിലേക്ക് ഒരു 2-3 ബോൾസ് ഇട്ടിട്ടുണ്ട്. ഇതേപോലെ നമ്മളൊന്ന് തിരിച്ചും മറിച്ചാക്കിയിട്ട് ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതിൽ മുഴുവനായിട്ട് എണ്ണ ഒരുപാട് ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും മുങ്ങിയിട്ടില്ല. അപ്പോൾ കടലമാവ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അതിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ പൊന്തി വന്നാൽ അതൊക്കെ ഒന്ന് നമുക്ക് അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഷേപ്പില്ലെങ്കിലും നല്ല രുചി ഉണ്ടാകും. ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്. എന്തായാലും നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക. അത് പെട്ടെന്ന് തന്നെ അത് വെന്തം കിട്ടും. ഒരു 1.5-2 മിനിറ്റ് മാത്രം നമ്മൾ ആ എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മതി. ആ കോട്ടിങ് നമ്മൾ വളരെ നൈസായിട്ടേ ഉള്ളൂ. കടലമാവായതുകൊണ്ട് നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ പൊരിച്ചെടുത്തു. ഒരു ട്രിപ്പും കൂടി ഞാൻ ഇതേമാതിരി കാണിച്ചു തരാം. അപ്പോൾ 4 മണിക്കൊക്കെ ചായൻ്റെ കൂടെ ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ല രുചികരമായ ഒരു മസാല ബോണ്ടയാണ്. എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ 2ാമത്തെ ട്രിപ്പ് ഞാൻ അതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായില്ലേ? അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ നല്ലൊരു ചമ്മന്തി, ഒരു ഗ്രീൻ ചമ്മന്തിയും കൂടി ആയാലോ, നല്ല സൂപ്പറായിരിക്കും. തേങ്ങയും പച്ചമുളകും കുറച്ച് മല്ലിയിലയും നാരങ്ങ നീരും ചേർത്ത ചമ്മന്തിയാണ്. അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്.
അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്